ഹലോ, വെൽക്കം ടു ഫ്ലീക്കി കരിയർ. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ജർമ്മനിക്ക് ഒരുപാട് നേഴ്സുമാർ നമ്മുടെ നാട്ടിൽ നിന്ന്, എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് ഒരുപാട് നേഴ്സുമാർ ജർമ്മനിക്ക് ജോലിക്കായിട്ട് പോകുന്നുണ്ട്. നേഴ്സുമാരെ സംബന്ധിച്ച് ഫസ്റ്റ് ഒരു കടമ്പ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഒരു ഏജ്, ഇപ്പോൾ പല കൺസൾട്ടൻസീസും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നേഴ്സുമാർ ജോലി കളഞ്ഞിട്ട് വരെ ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിന് മുന്നും നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ, നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുക. ഇപ്പോൾ ഞാൻ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു B2 വരെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് B2 വരെ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് എന്തെങ്കിലും ഒരു തടസ്സമോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഏജ് ചിലരൊക്കെ 40-ാം വയസ്സിലൊക്കെയാണ് ചിലർ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത്. ഇതൊന്നും നോക്കാണ്ടാണ് പലരും B2 ലെവൽ എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാക്കുന്നത്, അയ്യോ എനിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വിസ റിജക്ഷൻ്റെ ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വിസ കിട്ടില്ല. അങ്ങനെയുള്ള പല ഏജ് ക്രൈറ്റീരിയ പല കാര്യങ്ങൾക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുക. പിന്നെ ഞാൻ ഇപ്പോൾ ANM അല്ലെങ്കിൽ GNM അല്ലെങ്കിൽ പോസ്റ്റ് BSc അല്ലെങ്കിൽ BSc ഇങ്ങനെയുള്ള പല കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുക. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണോ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ട, അല്ലെങ്കിൽ എത്ര നാളത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നതിന് മുന്നും ക്ലിയർ ആക്കിയിട്ട് മാത്രം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക.